പൈശാചിക കൂട്ടായ്മകളിലേക്ക് വരൂ. രാസലഹരി അടിച്ച് നമുക്ക് ആർമാദിക്കാം. സൂത്രം സൂത്രം. സാത്താനെങ്കിൽ സാത്താൻ, കുടുംബം കലക്കിയെങ്കിൽ കുടുംബം കലക്കി, ചൊറിയനെങ്കിൽ ചൊറിയൻ. ഏതവനാണേലും കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും എനിക്കും എൻ്റെ മക്കൾക്കും അമേരിക്കയിൽ പോകണം, വലിയ വീട് വെക്കണം, എൻ്റെ വളർച്ച കണ്ട് അയൽപക്കക്കാരൻ കണ്ണു തള്ളണം എന്ന അത്യാഗ്രഹവുമായി ദ്രവ്യദാസന്മാരായ കുടുംബം കലക്കുകളായ പൈശാചികദാസന്മാരുടെ പൈശാചിക കേന്ദ്രങ്ങളിൽ പോയി അവിടെ നിന്നുയരുന്ന കഞ്ചാവ് പുക ശ്വസിച്ച് അവിടെ നടക്കുന്ന കോലാഹല കച്ചേരിക്കൊത്ത് പേക്കൊത്ത് നടത്തുന്ന പാഴ്ജന്മങ്ങൾ. ഇതാണത്രേ ആരാധന. ആരാധന. ഇനി കാണാൻ പോകുന്ന പേക്കൊത്ത് കണ്ടിട്ട് നിങ്ങൾ സ്വയം തീരുമാനിക്കുക ഇവരിൽ വ്യാപരിക്കുന്ന ആത്മാവേതെന്ന്. കൊക്കപ്പുഴുവിൻ്റെ വലിപ്പവും ഷേപ്പുമുള്ള സാത്താൻ ഈമ്പി വിട്ടവൻ തുറക്കാത്ത പലതും നാട്ടുകാർക്ക് തുറന്നു കൊടുക്കുന്നത് നിങ്ങൾ കാണുക. പക്ഷേ ലവന്റെ ഭാര്യ വീടിൻ്റെ വാതില് പോലും ഇവന് തുറന്നു കൊടുക്കില്ല എന്നതാണ് പരമാർത്ഥം. കുടുംബം കലക്കി തങ്കുവിൻ്റെ LSD ചെക്കൻ്റെ ചവിട്ടുനാടകവും ഗുണ്ടാസ്തോലൻ്റെ മുക്രയിടലും അമർച്ചയും കേട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇവന്മാർ അടിച്ചിരിക്കുന്ന സാധനം എന്താണെന്ന്. ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത് വലിച്ചിട്ടാണോ അടിച്ചിട്ടാണോ കൂട്ടിയിട്ട് കത്തിച്ചു വലിച്ചിട്ടാണോ എന്നറിയില്ല. പോലീസാണത് കണ്ടെത്തേണ്ടുന്നത്. എന്തടിച്ചിട്ടാണ് ഇത്രയും വൃത്തികെട്ട കോപ്രായങ്ങൾ കാണിക്കുവാൻ സാധിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. സന്തോഷ് അങ്ങനെ പുറപ്പെടുവാൻ നിങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു. എല്ലാ ഇടത്തേക്കുമുള്ള പുറപ്പാടാണ്. വാതുറക്കട്ടെ, 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 വാതുറക്കട്ടെ. പുറപ്പാടും വചനവും പുറപ്പാടും ഇസ്യാവിന്റെ പ്രാർത്ഥിച്ചു. ആ മകളെ കുറിച്ച് പറയുന്നത് ഇസ്യാവിന്റെ വായിൽ തീക്കനൽ കൊണ്ട് തൊട്ടതുപോലെ പരിശുദ്ധാത്മാവ് റൈസനോട് പറഞ്ഞു. പ്രാർത്ഥിച്ചു, റൈസൻ പ്രാർത്ഥിച്ചു. ആ മകൾ എന്തോ സംഭവിക്കുകയാണ്. അവളുടെ അധരത്തിന്റെ മേൽ തീക്കനൽ വരുന്നു. തീക്കനൽ, കനലിന്റെ സ്പർശനം നാക്കിൽ അനുഭവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ പ്രാർത്ഥിച്ചു. എന്റെ നാക്കൽ തീ തീ. അവയവങ്ങളിലെല്ലാം ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് തൊടുകയാണ്. നിന്റെ വാ മാത്രമല്ല, നിന്റെ കത്തില്ല. അടച്ച ഏതെങ്കിലും രാജ്യമുണ്ടെങ്കിൽ മിനിറ്റ് വെച്ച് തുറന്നിരിക്കും. തുറക്കട്ടെ. അഭിഷക്ത ശുശ്രൂഷകന്മാരും നീ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത നിലവാരത്തിലേക്ക് നിന്റെ ശുശ്രൂഷ തുറന്നു വരട്ടെ. ഇവിടെയിരിക്കുന്ന സകലരുടെയും കണ്ണുകളുടെ മേൽ തീരട്ടെ. അതട്ടെ, അതട്ടെ. കുഞ്ഞുങ്ങൾ ഡാൻസ് കുഞ്ഞുങ്ങൾ ഡാൻസ് ചെയ്യും. സ്റ്റേഡിയം മുഴുവനും ഞങ്ങളുടെ കൂടെ കൂടുന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് ഒക്കെ ഇടുന്നത് ഞങ്ങൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പോകും. അത് കഴിഞ്ഞ് ഞങ്ങൾ ജമ്പ് ചെയ്യും. റെഡിയാണോ? ലൈറ്റ് എല്ലാം ഓൺ ചെയ്തോ? ലെഫ്റ്റ് റൈറ്റ് ഒക്കെ അറിയാലോ അല്ലേ? Ready? And left. Here we go. Right. Everybody go left. Everybody go right.
ദൈവങ്ങളുടെ പ്രിയപുത്രൻ, സ്വർഗീയ സ്വപ്നങ്ങൾ നിറഞ്ഞൊരു മനസ്സായി കളങ്കമില്ലാത്തൊരു ദൈവപുത്രൻ. ഇതെല്ലാം ഉള്ളതോ അതോ എന്ന് തോന്നലോ കർത്താവിൻ കരുതലോ അത്ഭുതത്തിനപ്പുറം അത്ഭുതമാക്കും. നീന്റെ പ്രവൃത്തിയെ ചുറ്റിനുമോ ലോകമോഹങ്ങൾ എന്നോട് ചുറ്റും ഇറങ്ങി തിരിച്ചത് ചെന്നൈ എന്ന് നീ ഓർക്കുക. സർവശക്തനോ ചലച്ചിത്രമായ പിശാചിനെയോ ദൈവത്തിനെയോ നോർത്ത് ഇന്ത്യയുടെ മണ്ണ് നിനക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോകുന്നു. തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങൾ തുറക്കുന്നു. നിന്നെ ഒന്നും ആക്കത്തില്ലെന്ന് വെല്ലുവിളിച്ച് മാറും. നീ ബൈബിൾ എടുത്ത് വീഴും. പരിശുദ്ധാത്മ നിന്റെ ഒരു അഭിഷേക തൈലം ഒരു പുതിയ ശുശ്രൂഷ ഉണ്ടാകട്ടെ. ഒരു തീ കത്തട്ടെ, തീ കത്തട്ടെ, തീ കത്തട്ടെ, തീ കത്തട്ടെ. ഒരു പുതിയ തീ കത്തട്ടെ. ഒരു തീ കത്തട്ടെ, തീ കത്തട്ടെ. ഒരു പുതിയ ശുശ്രൂഷ ഉണ്ടാകട്ടെ, ശുശ്രൂഷ ഉണ്ടാകട്ടെ. സാത്താൻ സേവകരുടെ പരസ്യചിത്രമായ എമ്പുരാന്റെ ആദ്യ വാക്ക് തന്നെ മാറ്റി വേറൊരു വാക്കാക്കേണ്ട അവസ്ഥയായി. കാശ് മുടക്കിയ ചെട്ടിമുതലാളിയുടെ കളസവും കീറി. ദൈവശാപമാണോ അതോ സാത്താൻ കൈവിട്ടതാണോ എന്ന് നിങ്ങൾ സ്വയം പറയുക. രാസലഹരി അടിച്ചതുപോലെയുള്ള പൈശാചികദാസന്മാരുടെ കോക്കാമ്പീച്ച് കണ്ട് വചനത്തിന്റെ വെളിച്ചത്തിൽ ലവന്മാരുടെ പിന്നാമ്പറം നോക്കി രണ്ട് പിടപടക്കുകയാണ് ശ്രീ റോണി. നമ്മുടെ ജീവിതത്തിൽ പിശാചിൻ്റെ അദൃശ്യകരങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ നിയന്ത്രണങ്ങൾ നടത്താറുണ്ടോ? ഉണ്ട് എന്ന് പറയാൻ കഴിയുന്ന തരത്തിലാണ് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നത്. അതിന് ഒരു ഉദാഹരണമാണ് പിശാചിനെ ബൂസ്റ്റ് ചെയ്ത് ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ടിക്കറ്റ് കിട്ടാതെ നിരാശരായിരിക്കുന്ന ക്രിസ്ത്യാനികളെ കാണുമ്പോൾ തോന്നിയത്. ദൈവപുത്രനായ യേശുവിനെ തെറ്റുകാരനെന്ന് മുദ്രകുത്തുകയും സാത്താനെ നല്ലവനെന്ന് നായകനെ കൊണ്ട് പറയിപ്പിച്ച് കയ്യടി നേടുമ്പോൾ ഇതിൻ്റെ പിന്നിലെ സാത്താൻ്റെ തന്ത്രം കുറേ പേർക്കെങ്കിലും ചങ്ക് തകർക്കുന്നതാണ്. അത് സിനിമയുടെ ഭാഗമാണ്, അത് വലിയ കുഴപ്പമില്ലെന്ന് പലരും പറയുമ്പോഴും അതങ്ങനെ ഏറ്റെടുക്കാൻ എല്ലാവരെയും പോലെ എനിക്ക് കഴിയില്ല. നിങ്ങൾക്ക് യേശുവിനെ അപമാനിക്കാം, പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നിങ്ങൾ സാത്താനെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ സാത്താൻ്റെ തല തകർത്ത് കാൽവറിയിൽ വിജയമൊരുക്കിയ എൻ്റെ യേശു തന്നെയാണ് ജയാളി അന്നും ഇന്നും എന്നും. ഹീ ഈസ് മൈ റിയൽ ഹീറോ, നോട്ട് യുവർ ഏട്ടൻ. അതുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയ്ക്ക് ഒരു കറുത്ത പൂവും വിരിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കറുത്ത പൂവിനെ പ്രസവിപ്പിക്കാൻ നിൽക്കുകയും വേണ്ട. ഇത് എഴുതിയവനും പറയിപ്പിച്ചവനും പറഞ്ഞവനും ഓർക്കുന്നത് നല്ലതാണ്. കൂടെ കൈയടിച്ചവരും ഓർത്താൽ കൊള്ളാം. ഇത് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന പൈശാചിക പ്രവർത്തനങ്ങളും തന്ത്രങ്ങളുമാണ് എങ്കിൽ നമ്മുടെ ആത്മീയ മേഖലയിൽ നടക്കുന്ന പൈശാചിക പ്രവർത്തനങ്ങൾ എത്രമാത്രമാണെന്ന് നിങ്ങൾ ഓർക്കണം. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ആത്മീയ മേഖല ഒന്ന് വീക്ഷിക്കുകയാണെങ്കിൽ ഇന്ന് പലതരത്തിലുള്ള ആചാരങ്ങൾ കാണാം, പലതരത്തിലുള്ള അനാചാരങ്ങൾ കാണാം. ആചാരമാണോ അനാചാരങ്ങളാണോ എന്നറിയാത്ത കുറേ പൈശാചിക അപചാരങ്ങളും കാണാം. ആത്മീയ ബിസിനസ് ഒരിക്കലും നഷ്ടമാകില്ല. കാരണം അതിന് മുതൽ മുടക്കില്ലാത്തത് കൊണ്ട് കാശ് മുടക്കി ഒരു ബൈബിള് പോലും വാങ്ങിക്കാത്ത ഈ പരിപാടിക്കിറങ്ങി എത്രയോ പാസ്റ്റർമാരാണ് ഇന്ന് കോടികൾ ഉണ്ടാക്കുന്നത്. കുഞ്ഞാടുകളുടെ ആത്മീയ അജ്ഞതയാണ് ഇന്ന് പാസ്റ്റർമാരുടെ പണപ്പെട്ടിയിലെ ഓരോ നോട്ടുകളും. 8-9 വർഷം മുമ്പ് ആത്മീയ മേഖലയിൽ ഉടലെടുത്ത പല പൈശാചിക കൂത്തുകളും പുതിയ കുപ്പിയിലാക്കി ഇന്നും സെയിൽ നടത്തുമ്പോൾ അതിന് വലിയ ഡിമാൻഡ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അരങ്ങേറിയ ഫയർ വിങ്സ് അഥവാ അഗ്നിച്ചിറകുകൾ എന്ന് പറഞ്ഞ പൈശാചിക കൂത്ത് കുറേ മാസങ്ങൾക്ക് മുമ്പ് കോട്ടയം ഡെവില്ലി ഫീസ്റ്റ് തങ്കപ്പൻ്റെ മകൻ റോക്കറ്റ് തീജ്വാല എന്ന് പറഞ്ഞ് ലേബൽ ഒട്ടിച്ചിറക്കിയപ്പോൾ ഈ പൈശാചിക കൂത്തിന് ഇപ്പോഴും മാർക്കറ്റുണ്ടെന്ന് മനസ്സിലായി. മാത്രമല്ല ഇതുപോലെയുള്ള പിശാചുക്കളുടെ പുറകെ തുള്ളാനും വീണ് കിടന്ന് ഉരുളാനും ഇപ്പോഴും യുവത്വങ്ങൾ റെഡിയാണെന്ന് മനസ്സിലാകുമ്പോൾ ആശ്ചര്യം തോന്നുന്നു. ഇത് ഇവർ പറയുന്ന ആത്മീയ ലഹരിയല്ല, അതിൻ്റെ പുറകിൽ മറ്റെന്തോ വലിയ ലഹരി ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അരങ്ങേറിയ പൈശാചിക കൂത്തായ ഫയർ വിങ്സിലൂടെ വളരെയധികം കുപ്രസിദ്ധി നേടിയ ഒരു പൈശാചിക പാസ്റ്റാണ് ഫിന്നി. ജീവിതത്തിൽ ഇന്നുവരെ ചിരിച്ചു കണ്ടിട്ടില്ലാത്ത
എന്തോ വലിയ കൂടിയ സാധനമാണ് അടിച്ചിരിക്കുന്നതെന്ന് നമുക്ക് സംശയം തോന്നിക്കുന്ന പെരുമാറ്റം. ആൾക്കാരെ കയ്യിലിരിക്കുന്ന കൈലേസ് കൊണ്ട് അടിച്ചു വീഴ്ത്തുകയും ചില അന്യഭാഷ സിനിമകളിൽ കാണുന്നത് പോലെ നായകൻ വില്ലനെ ഊതിപ്പറപ്പിക്കുന്നത് പോലെ ഊതിപ്പറപ്പിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഫിന്നിയല്ല ഫണ്ണിയാണ് എന്ന് തോന്നും. പക്ഷേ അവസാനത്തെ ഈ നിലത്ത് കിടന്നുള്ള ഉരുളിച്ചയും അലറിച്ചയും കാണുമ്പോൾ ഫണ്ണിയല്ല സാക്ഷാൽ പന്നിയാണ് എന്ന് മനസ്സിലാകും. ഈ ഉരുളിച്ചയും ഉരുട്ടിത്തള്ളലിനെയും കുറിച്ച് പെന്തക്കോസ്ത് കരിസ്മാറ്റിക് മേഖലയിൽ പ്രവർത്തിക്കുന്ന വില കൂടിയ ഏതെങ്കിലും ഒരു പാസ്റ്ററിനോട് ചോദിച്ചാൽ അവൻ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും, ഇറ്റ് ഈസ് നോട്ട് എ ഉരുട്ടിയിടൽ, ഇറ്റ് ഈസ് നോട്ട് എ ഉരുളിച്ച, ഇറ്റ് ഈസ് എ ഡിവൈൻ എൻകൗണ്ടർ. കാലേ വാരി തറയിലടിക്കുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള പോലെ മൊണ്ണക്കുഞ്ഞുങ്ങളുടെ തിരുനെറ്റിക്ക് പിടിച്ച് പണ്ട് ആട്ടുകല്ലിൽ അരിയാട്ടുന്നത് പോലെ ആട്ടിക്കറക്കി താഴെ ഇടുന്നതാണ് ഇവന്മാരുടെ ഡിവൈൻ എൻകൗണ്ടർ. ഇങ്ങനെ വീഴ്ത്തുന്നവരുടെയും വീഴുന്നവരുടെയും ആത്മീയ ലോകത്താണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ വീഴ്ത്തലുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പെട്ടിയിലോട്ട് വീഴുന്ന കാശിൻ്റെ എണ്ണവും കൂടും. വീഴ്ത്തുന്ന പാസ്റ്റർമാർക്ക് ഡിമാൻഡ് കൂടുതലാണ്. വീഴാൻ വേണ്ടി മാത്രം ഇവരുടെ പ്രെയർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. നടുവേദനയ്ക്ക് പ്രാർത്ഥിക്കാൻ വരുന്നവനെ നടുവടിച്ച് വീഴ്ത്തി സൗഖ്യം കൊടുക്കുന്ന ഈ തള്ളിയിടലും ഉരുട്ടിയിടലും ആയിട്ടുള്ള പ്രക്രിയ എവിടെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? ഇന്നുവരെ ഇങ്ങനെയുള്ള സൗഖ്യം കൊടുക്കുന്നതോ പ്രാപിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വളരെ ഗൗരവമായ ഒരു കാര്യം ആദ്യം പറഞ്ഞിട്ട് മുൻപോട്ട് പോകാമെന്ന് കരുതുന്നു. നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ എന്ന പേരിൽ പല സ്ഥലങ്ങളിൽ നടക്കുന്നത് പിശാചിൻ്റെ കൂത്തുകളാണ് എന്ന് എത്ര പേർക്കറിയാം? പണ്ട് ബാറുകളിൽ, പബ്ബുകളിൽ, ക്ലബ്ബുകളിൽ കണ്ടിരുന്ന നിശാക്കൂത്തുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഡെവിളി ഫീസ്റ്റ് പോലെയുള്ള പൈശാചിക കേന്ദ്രങ്ങളിലാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലെയുള്ള കൂത്തുകൾ നടത്തുന്ന ആത്മീയ നേതാക്കളെ ആദ്യം ഡ്രഗ് ടെസ്റ്റിന് വിധേയമാക്കണം. കാരണം അന്നേരം മനസ്സിലാകും ഇവർ ഏത് തരത്തിലുള്ള ലഹരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇന്നത്തെ പല യുവജനങ്ങളും വിശ്വസിച്ചിരിക്കുന്നത് ഈ ഡെവിളി പീസ്റ്റ് തങ്കപ്പൻ്റെ മകൻ റോക്കറ്റ് പറയുന്നത് പോലെ യേശു ക്രിസ്തു നട്ടപ്പാതിരായ്ക്ക് ഒരു മൊബൈൽ പിടിച്ച് ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി ജമ്പ് ചെയ്ത് വന്ന് ലെഫ്റ്റ് റൈറ്റ് അടിച്ച് ചാച്ചാ ഡാൻസ് കളിക്കുമെന്നാണ്. പതിനായിരക്കണക്കിന് യുവജനങ്ങളെ തങ്ങളുടെ തട്ടിപ്പ് കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി പല വിധത്തിലുള്ള പദ്ധതികൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവന്മാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. പണ്ട് നിലത്ത് കിടന്ന് ഉരുളലും പട്ടിയുടെ കുരയും കുറുക്കിൻ്റെ കൂവലുമായിരുന്നുവെങ്കിൽ ഇന്നത് പരിഷ്കരിച്ച പതിപ്പാണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ പരിഷ്കരിച്ച പതിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അന്ധകാരവും പുകയും ചാച്ചാ ഡാൻസും കൂടെ എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ എഴുതി പിടിപ്പിച്ച് അവിടെയും ഇവിടെയും 1, 2, 3 യേശു എന്ന് തിരികെ കയറ്റി ഒരു റാപ്പ് ഗാനവും. പണ്ടൊക്കെ തങ്ങളുടെ അനുഭവങ്ങളിലൂടെ മനോഹരമായ ഗാനങ്ങൾ രചിച്ച ഉപദേശിമാരും വലിയ പാസ്റ്റർമാരും ജീവിച്ചിരുന്നു. അവർ എഴുതിയ ഗാനങ്ങൾക്ക് ഇന്നും ജീവനുണ്ടായിരുന്നു. ഈ ജീവനുള്ള ഗാനങ്ങളെ കൊന്നാണ് ഇന്ന് ഇവന്മാർ റാപ്പാക്കി മാറ്റിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ സത്യസന്ധമായിട്ട് ആത്മീയ പഠനത്തിനും ആത്മീയ ആരാധനയ്ക്കും പ്രചോദനം നൽകേണ്ടത് അത്യാവശ്യമാണ്. അത് അവരുടെ ഭാവിക്ക് വളരെയധികം ഗുണം ചെയ്യും. പക്ഷേ നിങ്ങളുടെ മക്കളെ ഒരു ആത്മീയ ആരാധനയ്ക്ക് പറഞ്ഞു വിടുമ്പോൾ അവർ പിശാചിനെയാണോ ആരാധിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പിശാചിൻ്റെ കേന്ദ്രത്തിലോട്ടാണോ പോകുന്നത്, അതോ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കും സത്യസന്ധമായ ആരാധന നടത്തുന്ന സ്ഥലത്തേക്കാണോ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. അത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഫലങ്ങളിൽ ഒരു ഫലമാണ് സെൽഫ് കൺട്രോൾ. ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ ഉരുളിച്ചയും കൂത്തുമായി നടത്തുന്നതാണോ സെൽഫ് കൺട്രോൾഡ് ആയിട്ടുള്ള ആത്മീയാരാധന? അതാണോ ആത്മാവിൻ്റെ ഫലം നിങ്ങൾ പുറപ്പെടുവിക്കുന്നത്? പെന്തക്കോസ്തിൻ്റെ വള്ളികളിൽ മുട്ടിട്ട് പിന്നീട് അതിൽ നിന്നും സ്വന്തം ശാഖകളായി തിരിഞ്ഞു വിരിഞ്ഞ് പൂത്തുലഞ്ഞ് കുലച്ചു നിൽക്കുന്ന അധമ പാസ്റ്റർമാരോടാണ് ഞാൻ ഈ പറയുന്നത്. നീയൊക്കെ മോഷ്ടിച്ചും കൊള്ളയടിച്ചും ജീവിച്ചു, കുഴപ്പമില്ല, എത്ര പറഞ്ഞാലും നീയൊക്കെ ഇത് നിർത്തുകയുമില്ല, നന്നാകുകയുമില്ല. പക്ഷേ യുവജനങ്ങളെ വഴിതെറ്റിക്കരുത്. യുവജനങ്ങളെ ഹിസ്റ്റീരിക്കാക്കുന്ന ഇതുപോലെയുള്ള നിൻ്റെ പൈശാചിക കൂത്തുകൾ എത്രയും പെട്ടെന്ന് നിർത്തണം. അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളുടെ ഭാവി ഇപ്പോൾ പല ഗുണ്ടാ പാസ്റ്റർമാരുടെയും കയ്യിലാണ് ഇരിക്കുന്നത്. അവരുടെ പ്രവചനത്തിനനുസരിച്ച് ഒരു റോബോട്ട് പോലെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ശകലം തലയ്ക്കകത്ത് ആൾതാമസമുള്ള മാതാപിതാക്കൾ ഇതുപോലെയുള്ള ഗുണ്ടാ പാസ്റ്റർമാരുടെ അടുത്തേക്ക് നിങ്ങളുടെ മക്കളുടെ ഭാവി പ്രവചിച്ചറിയാനായിട്ട് പറഞ്ഞു വിടരുത്.
ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഇതിനു മുമ്പും സംസാരിച്ചിട്ടുണ്ട്. ഏത് ഗുണ്ടയ്ക്കും തെമ്മാടിക്കും പെണ്ണുപിടിയനും ഇന്ന് പ്രവചിക്കാൻ പറ്റുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പ്രവാചകനാകാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തൻ്റെ ഭാവിയെക്കുറിച്ച് അറിയാൻ വേണ്ടി ഗുണ്ടാ പാസ്റ്ററിൻ്റെ അടുത്ത് പോയ ഒരു ചെറുപ്പക്കാരൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഗുണ്ടാ പാസ്റ്റർ പറഞ്ഞത് നോർത്ത് ഇന്ത്യയിൽ, തമിഴ്നാട്ടിൽ അവന് വേണ്ടിയിട്ട് ഒരു വാതിൽ തുറക്കുന്നു എന്നുള്ളതാണ്. പള്ളിക്കൂടത്തിൻ്റെ പടി കണ്ടിട്ടില്ലാത്ത ഗുണ്ടാ പാസ്റ്റർക്ക് തമിഴ്നാട് നോർത്ത് ഇന്ത്യയിലാണെന്നോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലാണെന്നോ അറിയത്തില്ല. അതിൽ നമുക്ക് അതിശയിക്കാനൊന്നുമില്ല. പക്ഷേ വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് എന്ന് തോന്നിക്കുന്ന ഇന്നത്തെ യുവതലമുറയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? നോർത്ത് ഇന്ത്യയിലെ തമിഴ്നാടിനെ പറ്റി പറയുമ്പോൾ തുള്ളിച്ചാടുന്ന ചെറുപ്പക്കാരനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തമിഴ്നാട് നോർത്ത് ഇന്ത്യയിലാണോ സൗത്ത് ഇന്ത്യയിലാണോ എന്നുള്ളത് അവനറിയാൻ വയ്യഞ്ഞിട്ടല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പാസ്റ്റർ എന്തുവാണോ പറയുന്നത് അതാണ് അവൻ്റെ ശരി. ഇന്ന് പലരുടെയും ജീവിതത്തിലെ ശരികൾ ഇതുപോലെയുള്ള ഗുണ്ടാ പാസ്റ്റർമാരുടെ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള സത്യം എത്ര പേർക്കറിയാം? തിരുവചനത്തിലെ സത്യം അന്വേഷിക്കാറില്ല, പക്ഷേ ഗുണ്ടാ പാസ്റ്ററുടെ പ്രവചനത്തിലെ സത്യം കൊണ്ട് നടക്കുന്നവരാണ്. ഇന്നത്തെ യുവതലമുറയോട് എനിക്ക് പറയാനുള്ളത് 1 തീമോഥെയോസ് 4-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. നിങ്ങളുടെ യൗവനം വിലയില്ലാതാക്കരുത്, എന്നാൽ വാക്കിലും സ്വഭാവത്തിലും സ്നേഹത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഇതുപോലെയുള്ള പൈശാചിക കേന്ദ്രങ്ങളിൽ പോയി ചാച്ചാ ഡാൻസ് കളിച്ചും നിലത്ത് കിടന്ന് ഉരുണ്ടും പട്ടിയെപ്പോലെ കുരിച്ചുകൊണ്ട് ചാടി നിങ്ങളുടെ വില ഇല്ലാതാക്കരുത്. മറ്റുള്ള വിശ്വാസികൾക്ക് നിങ്ങൾ മാതൃകയായിരിക്കണം. ഫയർ വിങ്സ് എന്ന് പറഞ്ഞ ആ പൈശാചിക കൂത്തിൻ്റെ അവസാനം എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഈ വീഡിയോ സൂക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. പിശാചി കയറി പട്ടിയെപ്പോലെ കുരച്ചുകൊണ്ട് യുവ കുഞ്ഞാടുകൾ ഫിന്നി എന്ന് പറഞ്ഞ പാസ്റ്ററിൻ്റെ നേരെ അടുക്കുമ്പോൾ പോഡിയോ ബൈബിളും എടുത്ത് ഓടുവാൻ ശ്രമിക്കുന്നതാണ് നമുക്കതിലൂടെ കാണാൻ സാധിക്കുന്നത്. വിചാരിക്കുന്നത് ഈ പൈശാചിക പാസ്റ്റർ അന്ന് അവിടുന്ന് സ്ഥലം വിട്ടു എന്നുള്ളതാണ്. കാരണം പിന്നീട് ഒരിക്കലും ഇവന് ഈ ഊത്തും ഉരുട്ടലുമായിട്ടുള്ള കലാപരിപാടിയുമായിട്ട് നടന്നത് കണ്ടിട്ടില്ല. അല്ലാതെ വചനം പറഞ്ഞു പോകുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇനി ഇപ്പോൾ ഊതുമ്പോൾ ആൾക്കാർ വീഴാത്തതാണോ അതോ ഊതാനുള്ള ശേഷി നിന്നു പോയതാണോ എന്നെനിക്കറിയത്തില്ല. പിന്നീട് ഒരിക്കലും ഇങ്ങനത്തെ പൈശാചിക കലാപരിപാടികൾ ആവർത്തിച്ചത് കണ്ടിട്ടില്ല. ഇപ്പോൾ കോട്ടയത്തെ ഡെവിലി ഫിഷ് തങ്കപ്പൻ്റെയും തോമാച്ചൻ്റെയും സഭയിൽ തങ്കപ്പൻ്റെ മകൻ റോക്കറ്റിൻ്റെ നേതൃത്വത്തിൽ അവിടെ ചെല്ലുന്ന കുഞ്ഞാടികൾക്ക് സ്വർഗത്തിൽ പോകാൻ ചാച്ചാ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. കാരണം കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾ ഡാൻസ് ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞു പഠിപ്പിക്കുന്നത്. കുഞ്ഞാടികൾക്ക് തങ്കപ്പൻ്റെ സ്പെഷ്യൽ ഐറ്റമായ പെട്ടി പിടിച്ചുള്ള ആ എയർപോർട്ട് ഡാൻസ് കൂടി ഒന്ന് പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം കൂടി ഇതിനോടനുബന്ധിച്ച് ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ. ഉരുട്ടി തള്ളിയിട്ട് സൗഖ്യം കൊടുപ്പ് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ പരിശോധന ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ബൈബിൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരിടത്ത് പോലും യേശുവോ ശിഷ്യന്മാരോ ഉരുട്ടിയിട്ടുള്ള സൗഖ്യം അല്ലെങ്കിൽ തള്ളിയിട്ടുള്ള സൗഖ്യം കൊടുത്തതായിട്ട് കാണുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള കലാപരിപാടികൾ കാണുന്നത് പെന്തക്കോസ്ത് കരിസ്മാറ്റിക് തലത്തിലാണ്. ഇന്നത്തെ സ്ത്രീകൾക്ക് ഏതെങ്കിലും ഒരു പാസ്റ്റർ ഒന്ന് തള്ളിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഉരുട്ടിയില്ലെങ്കിൽ എന്തോ ഒരു ഉന്മേഷക്കുറവ് പോലെയാണ്. അതുകൊണ്ട് എന്നെ ഒന്ന് തള്ളിയിടൂ എന്ന് പറഞ്ഞാണ് പല സ്ത്രീകൾ ഇതുപോലെയുള്ള പാസ്റ്റർമാരുടെ അടുത്തേക്ക് ഓടുന്നത്. ബൈബിൾ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള ചില ഡിവൈൻ എൻകൗണ്ടറുകൾ സൗഖ്യങ്ങളോടനുബന്ധിച്ചുള്ളതല്ല. പഴയ നിയമത്തിൽ എടുത്തു പറയാവുന്ന ഒരു സംഭവമാണ് യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത കണ്ട് കൗണു വീണ പ്രവാചകനെ പറ്റി അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞപ്പോൾ താഴെ വീണ പടയാളികളും, അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ ദമസ്കോസിൻ്റെ അടുത്ത് വെച്ച് യേശുവിനാൽ ഒരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ താഴെ വീണ ശൗൽ എന്ന പൗലോസും, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യേശുവിൻ്റെ മഹത്വത്തിൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനാവാതെ കാൽക്കൽ വീണ യോഹന്നാനെയും പറ്റി നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ സന്ദർഭങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരിക്കലും രോഗശാന്തി ശുശ്രൂഷയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സൗഖ്യം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടല്ല ഈ എൻകൗണ്ടർ ഉണ്ടായിട്ടുള്ളത്. ഇവിടെയെല്ലാം നേരിട്ടുള്ള ദൈവത്തിൻ്റെ പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണോ പല ആത്മീയ തട്ടിപ്പ് സങ്കേതത്തിൽ നടക്കുന്ന ഡിവൈൻ എൻകൗണ്ടറുകൾ? പാട്ടിൻ്റെയും താളത്തിൻ്റെയും ആലസ്യതയിൽ ആടി നിൽക്കുന്ന അമ്മാമ്മമാരെ ഇരുമ്പൊലക്ക പോലെയുള്ള കൈകൾ ഉപയോഗിച്ച് തള്ളിയിടുന്ന പാസ്റ്റർമാരുടെ ഈ കലാപരിപാടികളെയാണ് ഡിവൈൻ എൻകൗണ്ടർ എന്ന് പറഞ്ഞ്
ചിലവന്മാർ ഈ മൊണ്ണ കുഞ്ഞാടുകളെ പറഞ്ഞു പറ്റിക്കുന്നത്. പക്ഷേ വചനം അറിയാവുന്നവർക്ക് ഇതൊരു തമാശയായിട്ടേ തോന്നുകയുള്ളൂ. സങ്കീർത്തനം 37 അധ്യായത്തിലും 55 അധ്യായത്തിലും നീതിമാനെ വീഴാൻ സമ്മതിക്കുകയില്ല, കുലുങ്ങാൻ സമ്മതിക്കുകയില്ല എന്ന് പറയുമ്പോഴാണ് ഇവിടെ കാശ് കൊടുത്ത് ഓരോ അച്ചായനും അമ്മാമയും കൂടി ഉരുണ്ടു വീഴാൻ നടക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള തട്ടിപ്പ് സങ്കേതങ്ങൾ ചെന്ന് ഉരുട്ടി വീഴ്ത്തി ഉരുണ്ടു വീണു നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കരുത് ദയവ് ചെയ്ത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.